പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 22-23 വാക്യങ്ങൾ. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ, കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ആമേൻ. ഹല്ലേലൂയ. യേശുവിൽ പ്രിയരെ, ദൈവമക്കളാണെന്ന് ഊറ്റം തുള്ളുന്ന നമുക്ക് ഇന്നത്തെ വചനം ആത്മശോധനയ്ക്കുള്ള ഒരു പുതിയ അവസരം തുറന്നു തരുന്നു. നമ്മളായിരിക്കുന്ന ഇടങ്ങളിലും അലങ്കരിക്കുന്ന പദവികളിലും ലഭിക്കുന്ന പ്രശംസകളിലും ഒക്കെ ദൈവത്തിന് പ്രിയപ്പെട്ടവർ നമ്മളാണെന്ന് മനസ്സിലെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവയോർത്ത് ഒന്ന് ദൈവത്തോട് മാപ്പ് പറഞ്ഞ് എളിമപ്പെടുന്നത് നല്ലതാണ്. കാരണം ഈ ലോകത്തിൽ ദൈവത്തെ പ്രതി നാം ചെയ്ത നന്മകളോർത്ത് അഹങ്കരിച്ചാൽ അതിനുള്ള പ്രതിഫലം നമുക്ക് ഇവിടെ ലഭിച്ചു കഴിഞ്ഞു. കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ വിധി ദിവസത്തിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ അകംപൊള്ളയായ പ്രവൃത്തികളൊന്നും അവിടെ നാം തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യതയായി നമ്മുടെ മിശിഹാനാഥൻ പരിഗണിക്കില്ല. അവിടുന്ന് നമ്മെ അറിഞ്ഞിട്ടില്ല എന്ന് അവിടുന്ന് പറയാതെ ഇരിക്കുവാൻ നമ്മുടെ തമ്പുരാൻ്റെ ഹൃദയം നിറവേറ്റിയാൽ മാത്രമേ തമ്പുരാൻ്റെ ഹൃദയം നമ്മെ അറിയുകയുള്ളൂ എന്ന ഉത്തമ ബോധ്യത്തോടെ ഇന്നത്തെ വചനഭാഗത്തെ നമുക്ക് ആഴത്തിൽ ധ്യാനിക്കാം. അനീതി പ്രവർത്തിക്കാതെ നന്മയുടെ വഴിയിൽ ചരിച്ചുകൊണ്ട് അവിടുത്തെ രാജ്യത്തിൽ പ്രവേശിക്കുവാനായി അനുദിനം നമുക്ക് ഒരുങ്ങാം. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.